ഓൾറെഡി കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല, ടേക്കപ്പ് ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് കേരളത്തിൽ. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കിയെടുക്കുക, പിന്നെ ഇവരിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളിൽ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നല്ലോ. നമ്മളെ വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് ഗ്രാജുവൽ ഒരു പ്രോസസ്സായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവർക്ക് ആദ്യം നഷ്ടമായിട്ടുള്ളത് വിശ്വാസമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും ആദ്യം നഷ്ടമായത് വിശ്വാസമായിരിക്കും. അപ്പം അവരെ തന്നെ ഓക്കെ, ഞങ്ങൾ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ അവകാശങ്ങൾ. ഈ ഇപ്പം സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരാണെങ്കിൽ ഓക്കെ, വേശ്യാവൃത്തി സോ കോൾഡ് വേശ്യാവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവരെ എന്തും ചെയ്യാം എന്നുള്ളത് അവർ തന്നെ അവരുടെ ഒരു വിധിയായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു തിരുത്തൽ കൊണ്ടുവരണമായിരുന്നല്ലോ മനോഭാവത്തിൽ. അവരെക്കുറിച്ച് തന്നെയുള്ള ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് രണ്ട് തരത്തിലാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ആര് ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ഉടനെ ഒരു അയ്യോ സാറേ ഞങ്ങൾ ഇതിൽ പെട്ടുപോയി, എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറയുള്ളൂ അവർ. അത് അവർക്കറിയാം, അത് അങ്ങനെ നമുക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അത് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കണമെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി പറയണ ഒരു കാര്യമാണ് അത്. അതേസമയം തന്നെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇവരുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ട്, ഞങ്ങൾ മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് ഞങ്ങൾ അർഹതപ്പെട്ടതാണ്. എന്നാലും ഇവർക്കൊരു കോൺട്രഡിക്ഷൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മാത്രം തല്ലണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ അടുത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ മാത്രം മോശക്കാരാവണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ മാത്രം മോശക്കാരാവണോ. ആ ഒരു യൂണിറ്റി ഇവരുടെ ഇടയ്ക്ക് ഉണ്ട്. സംഭവം തല്ലും വഴക്കും അടിയും വെള്ളമൊക്കെ ഇവർ തമ്മിലുണ്ടെങ്കിലും ശരി, വേറെ ലെവലിൽ ഇവരൊരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഇവരിലെ ഈ ഒരു അധമബോധം ഉണ്ട്, ഞങ്ങൾ മോശം കാര്യമാണ് ചെയ്യണത്, അതുകൊണ്ട് ഞങ്ങൾ മോശപ്പെട്ട ആളാണ്, ഇത് അർഹിക്കുന്നവരാണ്. അപ്പോഴും ഒരു ഇത്രയ്ക്ക് ഞങ്ങൾ മാത്രം മോശക്കാരാണോ, നമ്മുടെ കൂടെയുള്ളവർ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അവർ ഇതെല്ലാവണം. ഈ ഒരു കോൺട്രഡിക്ഷനാണ് നമ്മൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ആക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം പോലീസ് പോലീസ് നിങ്ങളെ പിടിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളെ എപ്പോഴും പോലീസ് പിടിക്കണം. അപ്പോൾ ഈ കോൺട്രഡിക്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇവരിൽ. അത് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ ഇവർ മീറ്റിങ്ങിനൊക്കെ വരാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം, ഞാൻ ഈ ഒരു ചങ്ങാതി, പാവം ചങ്ങാതി കുറേ നാളായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു, മനസ്സിലായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ എന്തിനാണോ അവിടെ കിടന്ന് നടക്കണം, ഇനിയിപ്പോൾ നമ്മൾ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കും അറിയുന്നില്ല ഇവരുടെ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോ ഒന്നുമില്ല. വളരെ തുടക്കം മാത്രമല്ല, നമ്മൾ വേറെ ലോകത്ത് വന്നുപെട്ട പോലെയാണല്ലോ. ഇവരോട് സംസാരിക്കാൻ പോലും നമുക്കറിയില്ല, എങ്ങനെ സംസാരിക്കണം പോലും അറിയില്ല. രക്ഷിക്കാൻ വരുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ രക്ഷിക്കാം, അവർക്ക് പിന്നെ ഇവരെന്ത് പറയണോ, എന്ത് ആലോചിക്കണോ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നും, കാരണം എല്ലാം തീരുമാനിച്ചിട്ടാണല്ലോ അവർ വരുന്നത്. ഇപ്പം നമ്മളിങ്ങനെ അയ്യത്തടാന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത്, പക്ഷെ അതാണ് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യം. അങ്ങനെയാണ്. അതായത് എനിക്കിനിപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും വല്ല ജോലിക്കാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമായിരിക്കും നമ്മൾ മീറ്റിങ്ങിന് പോയാൽ, അല്ലാതെ ഇപ്പോൾ അവർക്കറിയാം അവരുടെ വിഷയങ്ങൾ. ഞാനൊരാൾ ചെന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് എന്താണ് ഇവരോട് പറയാനുള്ളത്, സംഘടിക്കണം അല്ലാതെ നമുക്കെന്തായി പറയും. അവർക്കറിയാം അങ്ങനെ സംഘടിച്ച് പോലീസിനെതിരെ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണൊരു യൂണിയൻ ഉണ്ടാവണം. ഇതിൽ ഒരു വ്യത്യാസം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ മുഴുവൻ ആക്ടിവിസ്റ്റുകളാണ് വരുന്നത്. ഈ മീറ്റിങ്ങിൽ സീന ഭാസ്കർ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അന്ന് ഡോക്ടർ വിജയ് ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൂനെയിൽ നിന്ന് വന്നു. അദ്ദേഹം വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS ഗിലാഡ എന്ന് പറഞ്ഞിട്ട് ബോംബെ റെഡ് സ്ട്രീറ്റിൽ എയ്ഡ്സിനെതിരെ വർക്ക് ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമുണ്ട്. ഡോക്ടർ IS ഗിലാഡ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ എയ്ഡ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ ഡോക്ടർ വിജയ് ഠാക്കൂർ. അന്ന് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, എയ്ഡ്സ് സെൽ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, വർക്കൊക്കെ തുടങ്ങുന്നതന്നെയുള്ളൂ. അപ്പം ഞാൻ അവർക്ക് ഈ ഒരു നോട്ടീസ് അയച്ചിരുന്നു. വിജയ് ഠാക്കൂർ അവിടെ തിരുവനന്തപുരത്ത് വന്ന് ഈ എയ്ഡ്സ് സെല്ലിൽ ചെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അന്ന് ഡോക്ടർ മാധവൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഒരു നോട്ടീസ് കൊടുത്തു, ഇങ്ങനെ ഒരു നോട്ടീസ് കൂടെ ഉണ്ട്, നിങ്ങൾ അല്ലാതെ വേറെ ഒന്നും പോയി സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, വിമൻ ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് അന്ന് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞത്.
അവരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ആരും ഇല്ല. ഇയാൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയ് ഠാക്കൂർ നേരെ കോഴിക്കോട്ടേക്ക് വരും ഈ മീറ്റിങ്ങിലേക്ക് വരും. മീറ്റിങ്ങിൽ വരുമ്പോൾ ആളുടെ കൂടെ ഒരു സെക്സ് വർക്കറും കൂട്ടിയിട്ട് വരണേ, തിരുവനന്തപുരത്ത് നിന്ന്. അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു, അത് ജിജി എന്നോ മറ്റേ പേര്. എന്നിട്ട് എനിക്ക് ഡ്യൂട്ടി തരികയാണ്, തിരിച്ച് അവരെ അവിടെ കൊണ്ടാക്കുക. അപ്പോൾ അവരെ പോയിക്കോളും, പക്ഷേ എന്തിനാണെന്നറിയില്ല തിരിച്ചപ്പോൾ ഞാനും അവരെ കൂട്ടി തിരുവനന്തപുരത്ത് പോയി അവരെ അവിടെ ഒരു ഹോസ്റ്റലിൽ എവിടെയാക്കി ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം വിജയ് ഠാക്കൂർ അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല. സ്ത്രീകൾ, സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ വിമൻ, അവർ വേണം മീറ്റിംഗ്. അവരുടെ മീറ്റിംഗേ നമുക്ക് വേണ്ടു, വേറൊരാളുടെ മീറ്റിംഗ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. അതാണ് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായത്. അത് ഭയങ്കര ഒരു പോയിന്റ് തന്നെയായിരുന്നു. അത് ത്രൂ ഔട്ട് നമുക്കതൊരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്ക് സംഘടന വിജയിക്കാൻ കാരണം ആ തരത്തിൽ ആ വിഷയം അങ്ങനെ മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം ഇവരുടെ സംഘടനയായിരുന്നതാണ്. അതിൻ്റെ സംഭവങ്ങൾ ഞാൻ പറയാം, അതെന്താണ് അത്രയും പ്രധാനമുള്ളതെന്ന്. അങ്ങനെ വിജയ് ഠാക്കൂർ അവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വന്നത് ഈ നാഷണൽ വിമൻസ് കമ്മീഷൻ രൂപീകരിച്ച സമയമായിരുന്നു. അപ്പോൾ ഡോക്ടർ മോഹിനിഗിരി ആയിരുന്നു അന്ന് അതിൻ്റെ ചെയർപേഴ്സൺ. ഫസ്റ്റ് ചെയർപേഴ്സണാണ് ഡോക്ടർ മോഹിനിഗിരി. അപ്പോൾ ഈ ശ്യാമള നടരാജ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു ജേർണലിസ്റ്റ്, അവർ ഈ ഇതൊക്കെ ചെയ്ത് പിന്നെ ഈ എയ്ഡ്സ് പ്രിവെൻഷൻ പരിപാടിയായിട്ട് വളരെ ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്കുള്ള പ്രോഗ്രാമുകൾ അവർ ടേക്ക്. അങ്ങനെ വിജയ് ഠാക്കൂറും ശ്യാമള നടരാജും ഒരു അസോസിയേഷൻ ഉണ്ടാവുകയും അവർ ഒരു പദ്ധതി ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അവരുടെ അടുത്ത് വയ്ക്കുകയും അങ്ങനെ ഒരു 15-20 ദിവസത്തെ ഒരു പ്രോഗ്രാം കൺസൾട്ടേഷൻ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട്, അത് എയ്ഡ്സ് പ്രിവെൻഷൻ അല്ലെങ്കിൽ STD HIV മാത്രമല്ല, കോണ്ടം മാത്രമല്ല, ഇവരുടെ എല്ലാ വിഷയങ്ങളായി നമ്മൾ വെച്ചിരുന്ന അതേ തീം തന്നെയായിരുന്നു ഇവരുടെ. അപ്പോൾ ഇവർ ഇപ്പോൾ IS ഗിലാഡയുടെ അടുത്ത് നിന്നൊക്കെ ഇയാൾ പിരിഞ്ഞു പോരണത്, ഇയാൾ ഈ കോണ്ടം STD മാത്രം ചെയ്യണു എന്നുള്ളൊരു വിഷയം, ബാക്കി വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റില്ല മറ്റാണ് ഈ വിജയ് ഠാക്കൂർ അവിടെ നിന്ന് പിരിഞ്ഞു പോരണത്. പിന്നെ ഇയാൾ പൂനെ ബേസ്ഡ് ആയിട്ടാണ്, പിന്നെ ഇയാൾ വലിയ വർക്കാണ്. അപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ശ്യാമള നടരാജും വിജയ് ഠാക്കൂറും സംസാരിച്ചിട്ട് ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്, 10-20 ദിവസത്തെ കൺസൾട്ടേഷനാണ്, ഡൽഹിയിലാണ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഡോക്ടർ മോഹിനിഗിരിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കണം. പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ നീ വെറുതെ വന്നിട്ട് കാര്യമില്ല, സ്ത്രീകൾ വരണം, സെക്സ് വർക്കേഴ്സ് വരണം, അവരാണ് വരണം. ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള സെക്സ് വർക്കേഴ്സ് വരുന്നുണ്ട്, കേരളത്തിൽ നിന്ന് ആരുമില്ല, നിങ്ങൾ വരികയാണെങ്കിൽ സ്ത്രീകളെ കൂട്ടി പോകാം. അപ്പോൾ ഞാനിത് അവതരിപ്പിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു ബോധ്യം വരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോവുക, ബോംബെക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ കൂടി മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കൊണ്ടുപോവുക, അവിടെ വിൽക്കുക, നമ്മൾ തിരിച്ചു പോരുന്നതാണ് സംഭവം. ഒരു വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെ മറികടക്കാവുന്ന വിശ്വാസമൊന്നും എന്നിലില്ല. അങ്ങനെ അപ്പോൾ കുഞ്ഞാവൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടെ ഒരു ഉറപ്പായി. അങ്ങനെ 3 പേര്, സരോജിനി, സൗമിനി, ചന്ദ്രി, 3 പേര് ഡൽഹിയിലേക്ക് വരാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറായി. തിരിച്ചു വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പം ഞാനതറിയില്ല, ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ അറിയില്ല. നമ്മൾ ഡൽഹിക്ക് പോകണം, മീറ്റിങ്ങിന് വരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് കൂട്ടുകാരുടെ അടുത്ത് പോകണ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചെന്ന് ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെച്ച് നമുക്ക് കൂട്ടുകാരെയൊക്കെ കണ്ട് ഇവരുടെ താമസ സ്ഥലത്താക്കിയിട്ട് ഞാൻ കുഞ്ഞാവക്കോട് പറഞ്ഞു, നമുക്ക് വേറെ കൂട്ടുകാരെ കാണാൻ പോവാം, ഇവരിവിടെ ഇരിക്കട്ടെ, ഒന്ന് ഫ്രഷ് ആയിട്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവരെയും കൂട്ടി കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ ഭയങ്കര വിപ്ലവമാണ്. കാരണം ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ത്രീകളുണ്ട്, പല നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, മറ്റേ മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്, മറ്റേ ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അവരുടെ കൂടിയൊക്കെ എന്നെ പോലെയുള്ള ഈ സോഷ്യൽ വർക്കേഴ്സാണ്. പക്ഷേ ഇവർ നോക്കുമ്പോൾ ഭയങ്കര ഗുണ്ടകളായിട്ടുള്ള ആളുകൾ. നമ്മളിവരെ അവരുടെ കൂട്ടത്തിൽ ഏൽപ്പിച്ചു, കാശും മേടിച്ചു, നമ്മൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഭയങ്കര ബഹളം.
3 പേരും കൂടി അവിടെ മറിക്കുക. അപ്പോഴേക്കും ഭാഗ്യത്തിന് ഈ ശ്യാമള നടരാജും വിജയ് ഠാക്കൂറും വന്ന് അവർ പിന്നെ ഇവരെ കൈകാര്യം ചെയ്യാൻ അറിയാം. എന്നാൽ അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും വലിയൊരു ബഹളമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞങ്ങളെ കണ്ടതോടുകൂടി ഇവർക്കൊരു ആശ്വാസമൊക്കെ ആയി. അങ്ങനെ ഈ പിറ്റേ ദിവസം മീറ്റിങ്ങിൽ ചന്ദ്രിക പ്രസൻറ്റ് ചെയ്യണം. ചന്ദ്രിക പ്രസൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ചന്ദ്രിക, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്, ഞാനൊരു സെക്സ് വർക്കറാണ്, ഇത്ര നാളായി ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരിയായിരുന്നു. സുഗതകുമാരി അവിടെ മീറ്റിങ്ങിലുണ്ട് ഓൾറെഡി. അവരിതിൻ്റെ തലേ ദിവസം അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല, അവിടെ സെക്സ് വർക്കർ ബ്രോതലില്ല, സെക്സ് വർക്കറില്ല, എയ്ഡ്സിൻ്റെ പ്രശ്നമില്ല, കോണ്ടത്തിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിറ്റേ ദിവസം ഇരിക്കുകയാണ്. തലേ ദിവസം ഇത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്നാണ്, കേരളത്തിൽ നിന്ന് വിളിക്കാൻ, എൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്, ഞങ്ങളിവിടെ എത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ചന്ദ്രിക അത് പറഞ്ഞ് ഇറങ്ങുകയും, അവരുടെ പേരെന്താ, ഹേമ എന്നൊക്കെയാണ്, ഈ സുഗതകുമാരിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അവരെ വന്ന് ചന്ദ്രികേനെയും സരോജിനെയും സൗമിനെയും വിളിച്ചു, നിങ്ങൾക്ക് ഞാനൊരു ജോലി തന്നാൽ നിങ്ങൾ മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, യെസ് മാഡം, ഞങ്ങൾ ഇതിന്ന് മാറാൻ തയ്യാറാണ്, ഞങ്ങൾക്കൊരു ജോലിയുടെ ഞങ്ങൾ നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്ന പണിയാണ്, അതാണ്, ഞങ്ങളുടെ കുട്ടികൾ വലുതാവണം, അതാണ്, തിരുവനന്തപുരത്ത് എത്തേണ്ട താമസം നിങ്ങൾക്ക് 3 പേർക്ക്, ഞാൻ ജോലി റെഡിയാക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടപെടാൻ നോക്കിയപ്പോൾ അവർ ഇല്ലില്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഈ കഥയാണെന്ന് തോന്നുന്നു മൈത്രൻ സാറ് സൂചിപ്പിച്ച 50 രൂപയ്ക്ക് ജോലി എടുത്ത്. അല്ലല്ല, അത് വേറെ, അത് തിരുവനന്തപുരത്ത് പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതല്ല, ഇത് ഇവര് പറഞ്ഞ നേരം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയതാണ്. എന്തായാലും വിളിച്ചു പറഞ്ഞു മൈക്കിൽ കൂടെ ഇവര്. അപ്പോൾ ഇവര് ശരി അഗ്രിമെൻ്റ് ആയി, ഞാൻ നാട്ടിൽ ചെന്ന വഴിക്ക് ജോലി തരുന്നൊക്കെ അഗ്രിമെൻ്റ് ആയി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിയില്ലാവില്ലേ, നമുക്ക് പണിയില്ലാണ്ടാവില്ലേ, നമ്മൾ തുടങ്ങിയ പണിയില്ലല്ലോ, എന്താ പോൾസ് എത്ര ആൾക്കാർ വന്നിരിക്കണം ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, ഒരു ജോലി കക്ഷത്ത് വെച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഈ മോഹിനിഗിരിയായിട്ട് നല്ല അടുപ്പായി, അങ്ങനെ ആളുകളായിട്ട് ഇവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. അതായത് ഈ ഓർഗനൈസ് ചെയ്യുക, അതിൽ പ്രശ്നങ്ങൾ വരിക, ആ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക, അതിനൊരു മറുപടി ഉണ്ടാവുക, ഇതൊക്കെ അവർ അവിടെ നിന്ന് അനുഭവിച്ചതാണ്. ആ ഒരു സ്പിരിറ്റാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആ ഓർഗനൈസേഷൻ ഒന്നും കൂടി ഇതായിട്ട് വരാനുള്ള ഒരു കാരണം.